വിവാഹ കൂദാശയെക്കുറിച്ച് നിങ്ങൾ പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷ ഭാഗം എന്ന് നാം വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്നാണ്. പരീശന്മാർ യേശുതമ്പുരാൻ്റെ അടുക്കൽ വന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു. ഏതെങ്കിലും കാരണത്താൽ ഒരുത്തിന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന്. ഈസ് ഇറ്റ് ലോഫുൾ ഫോർ എ മാൻ ടു ഡിവോഴ്സ് ഹിസ് വൈഫ് ആൻഡ് മാരി അനദർ? യേശുതമ്പുരാൻ്റെ ആൻസർ ഒരു ബിഗ് നോയാണ്. പാടില്ലായിരുന്നു. ഒരു കാര്യത്തിൽ മാത്രം എക്സെപ്ഷൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അൺചാസ്റ്റിറ്റി, അൺഫെയ്ത്ത്ഫുൾനെസ് അതുണ്ടെങ്കിൽ ആകാം എന്ന് മാത്രമാണ് കർത്താവ് പറഞ്ഞത്. ബാക്കി ഏത് കാരണവും സെപ്പറേഷന് കാരണമല്ല എന്ന് കർത്താവ് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഭാഗത്ത് കർത്താവ് സൂചിപ്പിച്ച 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ആ ആൻസർ പറയുന്ന കൂട്ടത്തിൽ കർത്താവ് പറയുന്നുണ്ട്, പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും എന്ന്. വിവാഹത്തിൻ്റെ ഒരു തലം അതാണ്. ഞാൻ പറയും, പുരുഷൻ മാത്രമല്ല, പുരുഷനും സ്ത്രീയും ഇന്ന് മാതാപിതാക്കളെ വിടുകയാണ്. അതൊരു ഹാർട്ട് ബ്രേക്കിംഗാണ് ഞാനീ പറയുന്ന കാര്യം. ബട്ട് ഇറ്റ് ഈസ് എ മസ്റ്റ്, ഇറ്റ് ഈസ് എ നീഡ്. There should be an emotional detachment from the parents and you are creating your family. മാതാപിതാക്കൾക്കും അത് വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ് ഞാനീ പറയുന്നത്. എന്നാൽ അത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് കർത്താവും പറഞ്ഞു വെച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഈ കാലഘട്ടത്തിലെ കുടുംബ പ്രശ്നങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ഓവർ ഇൻവോൾവ്മെൻറ്റ് ഓഫ് പേരൻസ് ആണ് വൺ ഓഫ് ദ മേജർ റീസൺസ് ഓഫ് ഫാമിലി ഇഷ്യൂസ് ആൻഡ് ഡിവോഴ്സസ്. അതുകൊണ്ട് ആ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്കുണ്ടാകണം. അതിൻ്റെ അർത്ഥം അവരോടുള്ള റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഡിറ്റാച്ച്ഡായി എന്നുള്ളതല്ല. വളരെയധികം കഷ്ടപ്പെട്ടാണ് നിങ്ങളെ അവർ വളർത്തിയത്. ഇനി അവർ പ്രായമായി വരികയാണ്, അവരുടെ കാര്യം നോക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഈ ഒരു ബാലൻസിങ് നിങ്ങൾക്കുണ്ടാകണം. കപ്പിൾസ് ലൈഫും പേരൻ്റൽ റിലേഷൻഷിപ്പും തമ്മിലുള്ള കൃത്യമായ ബാലൻസിങ് നിങ്ങൾക്കുണ്ടാകേണ്ടതും അത് പഠിക്കേണ്ടതും ആവശ്യമാണ് എന്നുള്ളത് ഒന്നാമത് ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമത് കർത്താവ് പറഞ്ഞത് അവരിരുവരും ഒരു ശരീരമായി തീരും എന്നാണ്. യങ്സ്റ്റേഴ്സ് പറയുന്നത് ഒരു ഫിസിക്കൽ യൂണിയൻ്റെ കാര്യം മാത്രമാണ്. എന്നാൽ അങ്ങനെയല്ല. അത് ശരീരവും മനസ്സും ആത്മാവും യോജിക്കണം. ഞാൻ പറയും, ആദ്യം യോജിക്കേണ്ടത് മനസ്സും ആത്മാവുമാണ്, അതിനുശേഷമാണ് ശരീരം യോജിക്കേണ്ടത്. അപ്പോൾ ആ ഒരു 3 ഡൈമെൻഷണൽ യൂണിയൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മനസ്സും ആത്മാവും യോജിക്കട്ടെ എന്നാണ്. ശരീരം മാത്രം യോജിക്കുമ്പോൾ കിട്ടുന്നത് പ്ലഷറാണ്. അത് കുറേ കഴിയുമ്പോൾ നമുക്ക് മടുക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ മനസ്സും ആത്മാവും യോജിക്കുമ്പോൾ കിട്ടുന്നത് ആനന്ദമാണ്. ഇംഗ്ലീഷിൽ അതിൻ്റെ വേർഡ് ജോയ് എന്നാണ്. അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു യൂണിയനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആനന്ദം, ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചതിനകത്തുണ്ട്, നിങ്ങൾ ആനന്ദത്തിൻ്റെ പൂർത്തീകരണം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൂന്നാമത് കർത്താവ് പറഞ്ഞു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആദ്യം മുതൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനെയും ഹവ്വയെയും യോജിപ്പിച്ചത് യഹോവയായ ദൈവമാണ്. ഇന്ന് നിങ്ങളെ യോജിപ്പിക്കുന്നതും ദൈവമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സെപ്പറേഷൻ പാടില്ല എന്നുള്ളത്. വളരെ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് സെപ്പറേഷൻ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഈ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലും സെപ്പറേറ്റ് ആകുവാനായിട്ടല്ല, ഒരുമിച്ച് പോകുവാനായിട്ടാണ്. അപ്പോൾ എന്തിനാണ് ഈ യൂണിയൻ എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യം ചെറുപ്പക്കാർക്കില്ലെന്നാണ് എൻ്റെ വിചാരം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ യേശുതമ്പുരാനിലും യേശുതമ്പുരാൻ്റെ വചനങ്ങളിലും സഭയുടെ ടീച്ചിങ്ങിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ റെലവൻ്റ് ആവുകയുള്ളൂ. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ഞാൻ ചില ചെറുപ്പക്കാരോട് ചോദിച്ചു. അവരുടെ ഉത്തരം എനിക്ക് തൃപ്തി നൽകിയില്ല. ഒരാൾ പറഞ്ഞു, വീട്ടിൽ പേരൻസിൻ്റെ നിർബന്ധത്തിനാണ് വിവാഹം കഴിക്കുന്നത്.
വേറൊരാൾ പറഞ്ഞു ഒരു സാമൂഹിക സിസ്റ്റം ഫോളോ ചെയ്യുകയാണ്. വേറൊരാൾ പറഞ്ഞു ബയോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യാനാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ യൂണിയൻ നിങ്ങളുടെ നിത്യജീവൻ്റെ മാർഗമാണ്. ആ വാക്ക് ഞാൻ അടിവരയിട്ട് പറയട്ടെ. ഇറ്റ് ഈസ് ഫോർ യുവർ ഇറ്റേണൽ ലൈഫ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ത്രൂ ദ ഡെത്ത് ഓൺ ദ ക്രോസ്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ നിത്യജീവനിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് അതിൻ്റെ വഴിയാണ് ഇത്. സഭയ്ക്ക് 2 വഴികളാണ് ഉള്ളത്. ഒന്ന് മൊണാസ്റ്റിക് ലൈഫും ഒന്ന് മാരീഡ് ലൈഫ്. നിങ്ങൾ ചൂസ് ചെയ്ത് മാരീഡ് ലൈഫാണ്. ഇൻ ദാറ്റ് പാത്ത് യു ആർ ഗോയിങ് ടു ബിക്കം സ്യൂട്ടബിൾ പാർട്ട്നേഴ്സ്, സപ്പോർട്ടിങ് ഈച്ച് അതർ ടു റീച്ച് യുവർ ഗോൾ, യുവർ ഡെസ്റ്റിനി. അത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ വിവാഹ കൂദാശ പള്ളിയിൽ ത്രോണോസിൻ്റെ മുമ്പാകെ, വിശുദ്ധ സ്ലീബായുടെ മുമ്പാകെ, വിശുദ്ധ ഏവങ്കേലിയോൻ്റെ മുമ്പാകെ നടത്തി പ്രാർത്ഥനയുടെ മധ്യത്തിലാണ് നിങ്ങൾ യോജിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നൽകുവാനായിട്ടുള്ള ഒന്നാമത്തെ ടിപ്പ് പ്രാർത്ഥന മുടക്കരുതെന്നാണ്. പ്രാർത്ഥിക്കണം, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം, കൈപിടിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. സമയമില്ലെന്ന് പറയരുത്. കാരണം ഞാൻ കേട്ടിട്ടുള്ളതിൽ സമയമില്ലാത്തത് പള്ളിയിൽ പോകുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സമയം എടുത്ത് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് ആരാധനയിൽ സംബന്ധിക്കണം. വിശുദ്ധ കുമ്പസാരം പല പ്രാവശ്യം ആണ്ടിൽ നടത്തണം. അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാകണം. ഇന്നത്തെ ഈ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ അറിയാം എന്തോരം അനുഗ്രഹങ്ങളാണ് ചൊരിയാനായിട്ട് പ്രാർത്ഥിക്കുന്നത്. അത് നിങ്ങളുടെ ഫാമിലി പ്രയറിലൂടെ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. രണ്ടാമത്തേത്, ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾ മറക്കരുത്. ഞാൻ തുമ്പവൺ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലാണ്. 3 ഓൾഡ് ഏജ് ഹോമുണ്ട് അവിടെ. മക്കളില്ലാത്തവരല്ല, മക്കളൊക്കെ ഉണ്ട് അവർക്ക്. നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം, നിങ്ങളുടെ സഭയോടുള്ള ഉത്തരവാദിത്വം ഒന്നും വിസ്മരിക്കരുത്. ഈ സഭയിൽ രക്ഷയുടെ എല്ലാ കാര്യങ്ങളുമുണ്ട്, വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ അതങ്ങനെ ഒരു രീതി കണ്ടുവരുന്നുണ്ട്. വിവാഹം വരെ ഇതിനകത്തും അതിനുശേഷം വേറെ എവിടെയെങ്കിലും എന്നുള്ളത്. രക്ഷയുടെ മാർഗം ഇവിടെയുണ്ട്. ഇതനുഭവിക്കണം, ഇതനുഷ്ഠിക്കണം. ആ ആരാധനാ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ തുടരുവാനായിട്ട് ഇടയാകണം. നല്ലതുപോലെ സംസാരിക്കണം, സംസാരിക്കുന്നവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കൊരിക്കലും വിഷയദാരിദ്ര്യം ഉണ്ടാകരുത്. എന്ത് സംസാരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ദാരിദ്ര്യം അനുഭവിക്കാനിടയാകാതിരിക്കട്ടെ. ഗാഡ്ജസ് എല്ലാം ഓഫ് ചെയ്ത് വെക്കണം, മുഖത്തോട് മുഖം നോക്കണം, കണ്ണിൽ നോക്കിയിരുന്ന് കുറേയേറെ നേരം സംസാരിക്കണം. തിരുമേനിക്കിതൊക്കെ എങ്ങനെ അറിയാമെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. എൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള കുടുംബജീവിത പ്രശ്നങ്ങളിൽ കുറേയധികം കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. ദേ ഡോണ്ട് ഹാവ് ടൈം ടു സിറ്റ് ആൻഡ് ടോക്ക്. അതുകൊണ്ട് ഞാൻ അതിനോട് ചേർത്ത് നിങ്ങളോട് പറയുകയാണ്, ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, വീട് വലുതാക്കാനുള്ള ഓട്ടത്തിൽ കുടുംബമില്ലാതായി പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്? ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫാമിലി നീഡ്സ് ക്വാളിറ്റി ടൈം. നമ്മൾ പക്ഷേ ക്വാണ്ടിറ്റിയുടെ പിന്നാലെയാണ് പോകുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും താമസിക്കാം, ജീവിക്കാമെന്ന് വിചാരിച്ചാണ് ഓട്ടം. സമയം അങ്ങ് പോകുന്നത് അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ട്രൈ ടു ഫൈൻഡ് മാക്സിമം ക്വാളിറ്റി ടൈം ടുഗദർ. സംസാരിക്കുക, നല്ലതുപോലെ സംസാരിക്കുക. രണ്ടുപേരും ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരിക്കും. ഞാൻ പറയും കാഷ്വൽ കാര്യങ്ങൾ സംസാരിക്കും, തമാശകൾ പറയണം, ചിരിക്കണം. അങ്ങനെ നിങ്ങളുടെ ജീവിതം വളരെ വൈബ്രൻ്റായിട്ട് ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇടയാകണം. അതുകൊണ്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു ലീവ് ദ ലൈഫ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ദശാംശം എന്ന് കേട്ടിട്ടുണ്ടോ? ടൈത്ത്, TITHE. 10 മാറ്റി വെക്കണം. നമ്മുടെ ചുറ്റുവട്ടം ഒത്തിരിയധികം പാവപ്പെട്ടവരാണ്. ഡോക്ടറല്ലേ, എത്ര പേരെ സഹായിക്കും? എന്തിനാണ് ഡോക്ടറായതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ദ ഹീലിംഗ് മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമായി, പാവപ്പെട്ടവർക്കൊക്കെ ഒരു സന്തോഷം നൽകുന്നു. ഇനിയും പറയാൻ പോകുന്ന കാര്യം ഇഷ്ടപ്പെടത്തില്ലെങ്കിലും പറയുകയാണ്. ഇന്നത്തെ കല്യാണ ചെലവിൻ്റെ 10 പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കണം.
വിളിച്ചത് ഗതികേടായെന്ന് വിചാരിക്കരുത്. വളരെ അൺഎൻഡിങ് തേഴ്സ്റ്റാണ് മനുഷ്യൻ. എത്ര കിട്ടിയാലും മതിയാവുകയില്ല, തൃപ്തിയില്ല. ഞാൻ നിങ്ങളോട് പരീക്ഷിച്ച് നോക്ക് തിരുമേനിയെ. ഒരു 2 വർഷത്തേക്ക് കിട്ടുന്നതിൻ്റെ 10-1 മാറ്റിവെച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കുക. 2 വർഷം 1 വർഷം കഴിയുമ്പോഴും വന്ന് പറയണം എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. തൃപ്തി ഉണ്ടാകും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെയൊക്കെ ജീവിക്കുമ്പോഴല്ലേ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ഉണ്ടാകും. നാം നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ ജീവിതത്തിന് എന്ത് സാങ്കത്യം. സോ ട്രൈ ടു ഹെൽപ്പ് പീപ്പിൾ അറൗണ്ട് യു. ട്രൈ ടു ഹെൽപ്പ് പീപ്പിൾ ഹു ആർ ഇൻ നീഡ്, ഹു ആർ പുവർ. അവരെ സഹായിക്കണം. ഞാൻ ഉപദേശങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങളിതെല്ലാം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ എടുത്ത് കാണുമല്ലോ അല്ലേ? ഈ പ്രസംഗം നല്ല ഒന്നോ രണ്ടോ പ്രാവശ്യം നല്ലതുപോലെ കാണും. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ വേദശാസ്ത്ര ദൈവശാസ്ത്ര വിഷയങ്ങളുണ്ട്. നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില വാക്കുകളുണ്ട്. ഇനിയും കാണുമ്പോൾ ഞാൻ ഒരു ഹോംവർക്ക് പോലെ ഞാൻ ചോദിക്കും എന്താ ഞാൻ പ്രസംഗിച്ചതെന്ന്. ബൈഹാർട്ട് ചെയ്യാനായിട്ടല്ല, പിന്നെ നിങ്ങളിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ.